ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയത് ന്യൂ ഇയർ ആഘോഷിക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ ബാംഗ്ലൂരേക്ക് എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് വയ്യാണ്ടല്ലായി, അതാ ലേറ്റായിപ്പോയത്. പിന്നെന്താ, നമ്മുടെ സ്വന്തം വലിയ പറമ്പ് ബീച്ചിലായിരുന്നു ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ. അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മുടെ കേരളം ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ കുറേ ആയിട്ട് നൈറ്റ് ലൈഫ് ആയിക്കോട്ടെ ഇതെല്ലാം ഒരുപാട് ഇവിടെ നമ്മൾ മലയാളികൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് നല്ല ആഘോഷമായിരുന്നു. നല്ല കൂളായിട്ടുള്ള ന്യൂ ഇയർ ആഘോഷമായിരുന്നു. വലിയ കച്ചറകളൊന്നും ഇല്ലാണ്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ന്യൂ ഇയർ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ബീച്ചിൽ അങ്ങനെ തീയെല്ലാം കത്തിച്ചിട്ട് ഒരു ക്യാമ്പ് ഫയറെല്ലാം ആക്കി. ഞങ്ങളൊന്നല്ല, കുട്ടികളാക്കിയതാണ് അവിടുത്തെ. ഞങ്ങളെല്ലാവരും ജോയിൻ ചെയ്ത് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പീസ്ഫുള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ ഓൺ വോയിസ് കൊടുക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ കണ്ടോളൂ.
ഇവിടുന്ന് ഞങ്ങളൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു കേട്ടോ. ഫായിസ എന്നുള്ള പേര്. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവൾ കേക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കട്ട് ചെയ്തു. അപ്പം അവളെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അവളെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള വർഷം നല്ലതാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ റോഡ് സൈഡിലെല്ലാം നല്ല ആഘോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരോടും നമ്മളെ ഹാപ്പി ന്യൂ ഇയർ എല്ലാം പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട് എനിക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.